നമസ്കാരം. കുറേ നാളെ കണ്ടിട്ടില്ലേ? ഇത് സ്റ്റുഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. അത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ഷാജിക്ക് എന്ന്. സൂര്യദേവമുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആ വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യൂ. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം. അത് നമ്മുടെ വാടക വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും ഏത് വീടായിരുന്നാലും നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. വീട് മാറി വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ ഈ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, വിഷയത്തിലോട്ട് കിടക്കാം. ഇന്ന് അമാവാസിയാണ്. എല്ലാ അമാവാസിക്കും പൗർണമിക്കും ഞാൻ എനർജൈസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 അമാവാസിയായിട്ട് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡിയോയിൽ ചെറിയ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടായി. ഓക്കെ, നമുക്ക് ഇന്ന് അമാവാസിയുടെ അന്ന് രാത്രി നമുക്ക് ഇന്ന് തന്നെ വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് രാത്രി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന് മുതൽ നാളെ രാവിലെ വരെ, നാളെ രാവിലെ ഒരു 5 മണി വരെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷത്തേക്ക് നമ്മളിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുവാനുള്ള ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പഴയ പല കാര്യങ്ങളും, പഴയ ആൾക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ അതിനെന്തോ ലോജിക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയാറുണ്ട്. അപ്പോൾ ആ തള്ളിക്കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ള ഫലം നമുക്കറിയാൻ പറ്റൂ. ഇപ്പോൾ പൗർണമിയുടെ അന്ന് ഞാൻ നമ്മുടെ ഓറ പിന്നെ ബൂസ്റ്റ് ചെയ്യാൻ, ഞാൻ എനർജൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാറുണ്ട് പൗർണമിയുടെ അന്ന്. അതായത് ചന്ദ്രത്രാടകം ചെയ്തുകൊണ്ട് നമ്മുടെ ഓറയെ എനർജൈസ് ചെയ്യണം. എന്നാൽ അമാവാസിയിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓറയെ ഫിൽറ്റർ ചെയ്യുക. മീൻസ് അതിൽ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ്സിനെയൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്ത് കളയുക എന്നാണ് നമ്മളത് പറയാറ്. അപ്പോൾ ആ ഓറയെ ക്ലെൻസ് ചെയ്ത് കളയുന്ന രീതിയെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ചെയ്തു. ഇന്നാണ് കറക്റ്റ് ടൈം. ഇന്ന് അമാവാസിയാണ്, ഇന്ന് രാത്രിയാണ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. കാരണം ഒത്തിരി താമസിച്ചു പോയി ഞാൻ വീഡിയോ എടുത്തപ്പോൾ. കാരണം നമുക്കിന്നിവിടെ പൗർണമി പൂജയോ അല്ല അമാവാസി പൂജയൊക്കെ ഉണ്ട്, അമാവാസി ശക്തി പൂജയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് 1-2 ആൾക്കാർ വിളിച്ചു പറഞ്ഞിട്ട്, സാർ അമാവാസിയെക്കുറിച്ചുള്ള സാറിൻ്റെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, വിഷയത്തിലോട്ട് കിടക്കാം. നമുക്ക് ഈ ഓറ, നമ്മുടെ ഓറയിൽ പല വിഷയങ്ങളും നമുക്ക് ബാധിക്കാറുണ്ട്. മീൻസ് നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ഓറ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓറയിൽ എവിടെയെങ്കിലും ഒരു വിള്ളലുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം വരുമ്പോൾ, മീൻസ് ചില ദൃഷ്ടികൾ നമ്മളെ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വിളിദോഷങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ബാധാദോഷങ്ങൾ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആഭിചാര ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഓറയിലാണ്. ആ ഓറയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത്, അതേപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ബാധിക്കാറുള്ളത്. അപ്പം അങ്ങനെ ബാധിക്കുന്ന ആ ഒരു ഇതിനെ ഡിസ്കണക്ട് ചെയ്യുക. മീൻസ് അത് പൂജയിൽ മന്ത്രത്തിലൂടെയൊക്കെ അത് മാറ്റാൻ പറ്റും. ഇല്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കണക്ഷൻ രീതിയാണ്. നമുക്കതിന് ആവശ്യം എന്ന് പറയുമ്പോൾ കല്ലുപ്പ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ കടുക് ആവശ്യമുണ്ട്, വറ്റൽമുളക് എന്ന് പറയുന്നത് ചുമന്ന മുളക്, അത് ആവശ്യമുണ്ട്, ഉണക്കമുളക് ഉണ്ടല്ലോ, അതും ആവശ്യമാണ്. ഇത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമുക്ക് സ്വന്തമായിട്ട് ഒഴിയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ മറ്റൊരാളെ കൊണ്ടാണ് ഒഴിയിപ്പിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒഴിയണമെങ്കിൽ ഇപ്പം ആദ്യം ഭാര്യ ഭർത്താവിന് ഒഴിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒഴിഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ട് മാറിയൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യം ഈ കല്ലുപ്പും കടുകും ഇതേപോലെ തന്നെ നമ്മുടെ മുളകും കൂടെ ഒരു ബേസിനകത്തിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം, സന്ധ്യയ്ക്ക് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഒരു പിടി അത് എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി എടുക്കുക. അതായത് മുളകും കടുക് കല്ലുപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി എടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ ഒരു വ്യക്തി, നമ്മൾ കിഴക്കോട്ടാണ് നോക്കി വയ്ക്കേണ്ടത്, നമ്മുടെ വ്യക്തിയെ ഫ്രണ്ടിൽ നിർത്തുക, പടിഞ്ഞാറോട്ട് നോക്കി നിർത്തുക. ആദ്യം അവരുടെ പാദം മുതൽ തല വരെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം. പിന്നെ നിർത്തിയതിനു ശേഷം ക്ലോക്ക് വൈസിൽ ഒരു 9 പ്രാവശ്യം ഫ്രണ്ട് സൈഡ്, തിരിച്ച് നിർത്തിയതിനു ശേഷം ബാക്ക് സൈഡും ക്ലോക്ക് വൈസിൽ ഒരു 9 പ്രാവശ്യം. എന്നറിയാം, ഞാൻ തിരിച്ച് നിർത്തി ബാക്ക് സൈഡും കൂടെ ക്ലെൻസ് ചെയ്യണമെന്ന് പറയാം, അല്ലെങ്കിൽ ഒഴിയണമെന്ന് പറയാൻ കാര്യം, ഒരു ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് എനർജി മീൻസ് നമ്മളിലുള്ള നമ്മുടെ ഓറയെ ബാധിക്കുന്ന നെഗറ്റീവ്സൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ കണക്ട് ചെയ്യുന്നത് ഷോൾഡറിലൂടെയൊക്കെയാണ്. അതായത് ആ മുതുകിൻ്റെ ആ ഭാഗത്ത് ഒരു എന്താ പറയുക, ഒരു സക്കർ വെച്ച് സക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് അതിനകത്തുണ്ടാവും. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെയൊക്കെ ഇത് ഒഴിഞ്ഞതിന് ശേഷം ആ
തെക്ക് ഭാഗത്ത് നമ്മൾ കിഴക്കോട്ട് നോക്കി നമ്മുടെ വലത് ഭാഗത്ത് അത് വീടിൻ്റെ പുറത്തോ അകത്തോ എവിടെയെങ്കിലും കുറച്ച് ഒരു ചെറിയൊരു ചട്ടിക്കകത്ത് കുറച്ച് തീ ഉണ്ടാക്കി വയ്ക്കുക, തൊണ്ടോ ചട്ട എന്തെങ്കിലും കത്തിച്ച് വയ്ക്കാം. അതിനകത്തോട്ടും ഇടുക. വീണ്ടും ഒരു പിടി എടുക്കുക, ക്ലോക്ക് വൈസിൽ മാത്രം ഒഴിഞ്ഞാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ ക്ലോക്ക് വൈസിൽ ഇതേപോലെ 9 പ്രാവശ്യം ഫ്രണ്ട്, 9 പ്രാവശ്യം ബാക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇവിടെ കത്തിക്കുക. വീണ്ടും ഒരു പിടി എടുക്കുക, 9 പ്രാവശ്യം ക്ലോക്ക് വൈസ്, 9 പ്രാവശ്യം ബാക്ക് ക്ലോക്ക് വൈസ് ഒഴിഞ്ഞ് കത്തിക്കുക. ഒരാൾക്ക് 3 പ്രാവശ്യമാണ് ഒഴിയേണ്ടത്. ആദ്യം തുടക്കം മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയുക, പിന്നെ ബാക്കി ക്ലോക്ക് വൈസിൽ ഒഴിയുക. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ ഇട്ടതിന് ശേഷം പറ്റുമെങ്കിൽ അന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷേ രാത്രി കുളി നല്ലതല്ല. എന്നാലും നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട വെള്ളത്തിനകത്ത് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകുക. രാവിലെ കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം ആ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സോപ്പ് തേച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കുളിക്കാം കേട്ടോ. കല്ലുപ്പ് വെള്ളത്തിൽ തലയൊക്കെ ഒഴിച്ച് കുളിക്കണം, ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഓറ കട്ടിങ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ഒരുമാതിരി പുകച്ചിലുണ്ടാവും, മീൻസ് ഒരു നീറ്റൽ പോലെയൊക്കെ ഉണ്ടാവും, ചെറിയ പെയിൻ ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് ഇതിനകത്തുള്ള നല്ല ഗുണങ്ങളായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികളെ കൊണ്ട് അവർക്കൊക്കെ ചെയ്യണം. പണ്ടുള്ള കണ്ടിട്ടില്ലേ, പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മമ്മ ഓടി വന്നിട്ട് കുറച്ച് മുളകും ഉപ്പും കൂടെ എടുത്തിട്ട് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ. അതൊക്കെ അവർക്കൊക്കെ അറിയാം നമ്മുടെ ആ ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ. അത് ബാധകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മുടെ മൈൻഡ്, മീൻസ് നമ്മുടെ ശരീരശുദ്ധി ശരിയല്ലെങ്കിൽ നമ്മളത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോളും. പിന്നെ ഒരു കാര്യം, നമ്മൾ സുരിദേവമഠ കുബേരാശ്രമത്തിൽ ഇന്ന് അമാവാസി ശക്തി പൂജ നടക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം വരെയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ച നടക്കുന്ന കുബേരപൂജ ജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന, ഭക്തജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേരപൂജയുണ്ട്. അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഏതായാലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് വാട്സാപ്പ് ചെയ്യൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും. അതിനുമ്പൊരു കാര്യം, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.